Welcome to the third session in the fourth module. Today we'll be doing some problems related to gyroscopic effects on naval ships. So the question is like it goes like the turbine rotor of a ship has a mass of 2.2 tons and rotates at 1800 rpm clockwise. So rotor mass m is 2.2 tons, right? 2.2 tons. That means 2200 kilogram, right? 2200 kilogram, and RPM is 1800 RPM clockwise. So this rotates clockwise. So when viewed from the aft means, so what is aft? Aft is the rear side of the ship, that is stern. അതായത് സ്റ്റേൺ എന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ക്ലോക്ക് വൈസിൽ റൊട്ടേറ്റ് ചെയ്യുന്ന രീതിയിലാണ് റോട്ടറിനെ കാണാം. ഓക്കെ, so the radius of gyration K is 320 mm, and determine the gyroscopic couple. So in order to determine the gyroscopic couple, we need linear velocity also. Okay, linear velocity. So its effect when ship turns at a radius of 250 meter with a speed of 25 kilometer per hour. So first case, radius of 250 meter. ഈ ഒരു റേഡിയസിലുള്ള 250 മീറ്ററിലാണ് 250 മീറ്റർ റേഡിയസുള്ള ഒരു ആർക്കിലാണ് ഇത് എന്ത് ചെയ്യുന്നത്, ടേൺ ചെയ്യുന്നത് വിത്ത് വെലോസിറ്റി, ലീനിയർ വെലോസിറ്റി 25 കിലോമീറ്റർ പെർ അവർ, റൈറ്റ്? 25 kilometer per hour. It means 25 into 5 by 18 is equal to 6.94 meter per second. നമ്മൾ മീറ്റർ പെർ സെക്കൻഡിലേക്ക് മാറ്റി. അങ്ങനെയാണെങ്കിൽ ഒമേഗ എന്നുള്ളത് അതായത് ആംഗുലാർ വെലോസിറ്റി ഓഫ് പ്രിസഷൻ ഒമേഗ പി അതെങ്ങനെ കാണാം? ലീനിയർ വെലോസിറ്റി ബൈ റേഡിയസ്. സോ ദാറ്റ് ഈസ് 6.94 by 250 and it is equal to 0.0278 radian per second. So what is omega? Omega is 2 pi n by 60, right? 2 pi n by 60. That is 2 into pi into n 1800 by 60. So it will be around 188.5 radian per second. So omega is obtained and omega p is obtained. So naturally the magnitude of the couple C is I into omega p, but I is mk square, omega into omega p. So m is 2200 into k is how much? 0.32 meter. Okay, 0.32 meter square into 188.5 into 0.0278. So solving this, you will get C as 1180 Newton meter. So this is the couple acting when the turning, when the ship takes a left turn. Which turn was it? Right turn. Okay, right turn. Ship turns right with a velocity of or the speed of 25 km per hour at a radius 250 meter. Then the gyroscopic couple acting, how much? 1000. The value obtained is 1180. And what is its effect? Effect എന്താണ്? അതാണ് ക്വസ്റ്റ്യൻ. എഫക്റ്റ് എന്ന് വെച്ചാൽ ഷിപ്പിങ്ങിനുള്ളത് ഇവിടുന്ന് നോക്കിക്കഴിഞ്ഞാൽ ക്ലോക്ക് വൈസ് ആണ് സ്പിന്ന്, റോട്ടറിൻ്റെ സ്പിന്ന് ക്ലോക്ക് വൈസ്. അങ്ങനെയാണെങ്കിൽ റോട്ടറിൻ്റെ സ്പിൻ ക്ലോക്ക് വൈസ് ആണെങ്കിൽ നോക്കുന്ന ക്ലോക്ക് വൈസ് തിരിച്ചാൽ എവേ ഫ്രം ദ വ്യൂവർ. ഇങ്ങനെ ഇനി അത് റൈറ്റ് ടേൺ എടുക്കുമ്പോൾ ഇങ്ങനെയാണ് റൈറ്റ് ടേൺ എടുക്കുക. അപ്പോൾ ഇതാണ് ആക്റ്റീവ് ഗൈറോസ്കോപ്പിക് കപ്പിൾ. റിയാക്റ്റീവ് ഗൈറോസ്കോപ്പിക് കപ്പിൾ ഇങ്ങനെയാണ്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് നോക്കിക്കഴിഞ്ഞാൽ റിയാക്റ്റീവ് ഗൈറോസ്കോപ്പിക് കപ്പിൾ എവേ, അപ്പോൾ ക്ലോക്ക് വൈസ് ആണെങ്കിൽ എവേ ഫ്രം ദ വ്യൂവർ ആണെങ്കിൽ ക്ലോക്ക് വൈസ് ആണ്. ക്ലോക്ക് വൈസ് ആണെങ്കിൽ ഷിപ്പിന് എന്ത് സംഭവിക്കും? ഷിപ്പിന് ക്ലോക്ക് വൈസ് ആയിട്ട് ഇങ്ങനെ പിച്ചിങ് ഉണ്ടാവും അല്ലേ?
പിച്ചിങ് എന്ന് പറയുമ്പോൾ സ്റ്റേൺ അപ്വേർഡ്സ് അല്ലേ, സ്റ്റേൺ റൈസസ് ആൻഡ് വാട്ട് ബോ സിങ്സ് ഓർ ബോ ലോവേഴ്സ്. ഇങ്ങനെയാണ് അതിൻ്റെ എഫക്റ്റ് വരിക. ഓക്കെ, ഇനി ഒരു ക്വസ്റ്റ്യൻ ഇനിയുണ്ട് ക്വസ്റ്റ്യൻസ് അല്ലേ. ഇഫ് ഷിപ്പ് പിച്ചസ് വിത്ത് ബോ റൈസിങ് അറ്റ് ആൻ ആംഗുലർ വെലോസിറ്റി ഓഫ് 0.8 റേഡിയൻ പെർ സെക്കൻഡ്. എന്താണ് രണ്ടാമത്തെ കേസിൽ ഇത് വാലിഡ് അല്ല. രണ്ടാമത്തെ കേസ് എന്ന് പറയുന്നത് ഷിപ്പ് പിച്ചസ് വിത്ത് ബോ റൈസിങ് അറ്റ് ആൻ ആംഗുലർ വെലോസിറ്റി ഓഫ് 0.8 റേഡിയൻ പെർ സെക്കൻഡ്. അതായത് അവിടെ ഒമേഗ പി എന്നുള്ളത് ഡയറക്റ്റ് തന്നിട്ടുണ്ട്. എങ്ങനെ? 0.8 റേഡിയൻ പെർ സെക്കൻഡ്. ഇത് വേറൊരു കേസാണ്. അതായത് റോട്ടർ ക്ലോക്ക് വൈസ് തന്നെ റൊട്ടേഷൻ ഉണ്ട്. ഇനി ഷിപ്പിൻ്റെ പിച്ചിങ് വെച്ചാൽ ബോ റൈസിങ് എന്നാണ് പറഞ്ഞത്. ബോ റൈസിങ് വെച്ചാൽ ആൻറ്റി ക്ലോക്ക് വൈസ് റൊട്ടേഷൻ ആയിരിക്കും അല്ലേ. അപ്പോൾ സ്റ്റേൺ താഴണം. അങ്ങനെയാണെങ്കിൽ ഒരു ആൻറ്റി ക്ലോക്ക് വൈസ് റൊട്ടേഷൻ ആയിരിക്കും. ഇങ്ങനെ റൊട്ടേഷൻ ഉണ്ട്. ഓക്കെ, അപ്പോൾ നമ്മളൊരു 3D ഡയഗ്രാമിൽ നോക്കിക്കഴിഞ്ഞാൽ, 3D വ്യൂവിൽ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു ആക്സിസിനെ ബേസ് ചെയ്തിട്ടാണ് എന്ത് റോട്ടർ റൊട്ടേറ്റ് ചെയ്യുന്നത്. പിച്ചിങ് എന്ന് വെച്ചാൽ ഈ ഒരു ആക്സിസിനെ ബേസ് ചെയ്തിട്ടാണ്. അപ്പോൾ അത് ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ആൻറ്റി ക്ലോക്ക് വൈസ് ആണ്. ഇത് ഇവിടെ നിന്നാണ് നോക്കുന്നത്. ഇനി മൂന്നാമത്തെ ഏതാ? മൂന്നാമത്തത് ഈ ഒരു ആക്സിസാണ്. അപ്പോൾ ഇതിന് രണ്ടിൻ്റെ എഫക്റ്റ് ഇപ്പോൾ ഇവിടെയാണ് നമുക്ക് എന്തുള്ളത്, ഒമേഗ പി ഇതിനെ ബേസ് ചെയ്തിട്ടാണ് അല്ലേ. കാരണം പ്രിസഷൻ ഇവിടെയാണ് നടക്കുന്നത്. ഇത് സ്പിന്ന്, പ്രിസഷൻ ഇവിടെ. പ്രിസഷൻ എന്ന് വെച്ചാൽ ഡയറക്റ്റ് തന്നിട്ടുണ്ട്. പ്രിസഷൻ്റെ വാല്യൂ ഡയറക്റ്റ് 0.8 ഒമേഗ പി 0.8 റേഡിയൻ പെർ സെക്കൻഡ് ഡയറക്റ്റ് തന്നിട്ടുണ്ട്. 0.8 റേഡിയൻ പെർ സെക്കൻഡ് ഡയറക്റ്റ് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ സിയുടെ വാല്യൂ ഐ ഒമേഗ ഇൻറ്റു ഒമേഗ പി. ഇതിൽ ഐയും ഒമേഗയും സെയിം ആണ്. കാരണം RPM ഓഫ് ദ റോട്ടറും ഐ ഒക്കെ സെയിം ആണ്. അതുകൊണ്ട് ഐ എന്ന് പറയുന്നത് 2200 ഇൻറ്റു 0.32 ഹോൾ സ്ക്വയർ ഇൻറ്റു 188.5 ഇൻറ്റു 0.8 ആണ്. ഒമേഗ പി 0.8 ആണ്. So you will get to see as some 33,972 ന്യൂട്ടൺ മീറ്റർ എന്ന് കിട്ടും. പക്ഷേ എഫക്റ്റ് എന്ന് പറയുന്നത് ഞങ്ങൾ ചെയ്ത് നോക്കേണ്ടി വരും. എങ്ങനെ ചെയ്യും? ഇവിടെ നോക്കുക. അപ്പോൾ ഇതിൻ്റെ എഫക്റ്റ് വിഷ്വലൈസ് ചെയ്യാൻ നിങ്ങൾക്ക് കുറച്ച് ഒന്ന് ലോജിക്കലി ചിന്തിക്കേണ്ടി വരും. എങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മൾ ഇവിടെ നിന്ന് റെയർ എൻഡ് നോക്കുക. റെയർ എൻഡ് നോക്കിയാൽ നമ്മളെ ഈ റെയർ എൻഡ് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ആംഗുലർ വെലോസിറ്റി വെക്ടർ ഇങ്ങോട്ടായിരിക്കും, എവേ ഫ്രം ദ വ്യൂർ ആയിരിക്കും. സിൻസ് ഇതെന്താണ് ഇവിടുന്ന് ബോ റൈസ് ചെയ്യുന്നതുകൊണ്ട് ആക്ച്വലി ഇങ്ങനെ പൊങ്ങും അല്ലേ. ഏത് നമ്മളെ ആംഗുലർ വെലോസിറ്റി വെക്ടർ. അങ്ങനെയാണെങ്കിൽ ആക്റ്റീവ് ഗൈറോസ്കോപ്പിക് കപ്പിൾ ഇങ്ങനെയായിരിക്കും. റിയാക്റ്റീവ് ഗൈറോസ്കോപ്പിക് കപ്പിൾ താഴേക്കായിരിക്കും. അപ്പം മുകളിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നിന്നാണ് നമ്മൾ നോക്കുന്നതെങ്കിൽ റിയാക്റ്റീവ് ഗൈറോസ്കോപ്പിക് കപ്പിൾ എന്താണ്, ഒരു ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ എവേ ഫ്രം ദ വ്യൂർ അല്ലേ. മുകളിൽ നോക്കിക്കഴിഞ്ഞാൽ എവേ ഫ്രം ദ വ്യൂർ ആണ്. എവേ ഫ്രം ദ വ്യൂർ ആയതുകൊണ്ട്, ഇത് ക്ലോക്ക് വൈസ് ആയതുകൊണ്ട് ഷിപ്പ് വിൽ മൂവ്സ് ക്ലോക്ക് വൈസ് അല്ലേ. ക്ലോക്ക് വൈസ് റൊട്ടേഷൻ ഷിപ്പിൻ്റെ ടോപ്പ് വ്യൂ. അതായത് ഞാൻ ടോപ്പ് വ്യൂ ഇങ്ങനെ വരച്ച് കഴിഞ്ഞാൽ, ഷിപ്പിൻ്റെ ടോപ്പ് വ്യൂ ഇങ്ങനെ വരച്ച് കഴിഞ്ഞാൽ എന്താണ്, ഇത് സ്റ്റേൺ, ഇത് ബോ അല്ലേ, ബോ. ഇതിനൊരു ക്ലോക്ക് വൈസ് റൊട്ടേഷൻ എന്ന് വെച്ചാൽ ഷിപ്പ് സ്ലോലി ടേൺസ് ടുവേർഡ്സ് റൈറ്റ്. ഇങ്ങനെ ടേൺ ചെയ്യും അല്ലേ. അതായത് റൈറ്റ് വെച്ചാൽ എന്താ, സ്റ്റാർ ബോർഡ്.
അപ്പോൾ ഷിപ്പ് സ്റ്റാർ ബോർഡിലേക്ക് ടേൺ ചെയ്യാനാണ് സാധ്യത. അതായത് ഷിപ്പിന് ഒരു പിച്ചിങ് ഉണ്ടെങ്കിൽ, അതായത് ബോ റൈസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ എഫക്റ്റ്, ഗൈറോസ്കോപ്പിക് എഫക്റ്റ് എന്ന് വെച്ചാൽ ഷിപ്പ് വിൽ സ്ലൈറ്റ്ലി ടേൺസ് ടുവേർഡ്സ് സ്റ്റാർ ബോർഡ്. അതാണ് അതിൻ്റെ ഗൈറോസ്കോപ്പിക് എഫക്റ്റ്. ഓക്കെ. ഇനി മൂന്നാമത്തെ ഷിപ്പ് റോൾസ് അറ്റ് ആൻ ആംഗുലർ വെലോസിറ്റി ഓഫ് 0.1 റേഡിയൻ പെർ സെക്കൻഡ്. ഷിപ്പ് റോൾ ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് ഗൈറോസ്കോപ്പിക് എഫക്റ്റ് ഉണ്ടാവില്ല. എന്തുകൊണ്ടാണ് ഗൈറോസ്കോപ്പിക് എഫക്റ്റ്? കാരണം റോളിങ്ങിൻ്റെ ആക്സിസും സ്പിന്നിൻ്റെ ആക്സിസും സെയിം ആയതുകൊണ്ട് അവിടെ ആക്സിസ് ഓഫ് പ്രിസഷൻ ഇല്ല. സോ ദർ ഇസ് നോ ഗൈറോസ്കോപ്പിക് എഫക്റ്റ് ഓൺ ദ ഷിപ്പ്. ഓക്കെ, ഷിപ്പിന് ഗൈറോസ്കോപ്പിക് എഫക്റ്റ് ഇല്ല. നോ എഫക്റ്റ്. മൂന്നാമത്തെ കേസിൽ ഓക്കെ, നോ എഫക്റ്റ്. ഇനി നമുക്ക് സ്റ്റെബിലിറ്റി ഓഫ് ആൻ ഓട്ടോമൊബൈൽ നോക്കാം. സ്റ്റെബിലിറ്റി ഓഫ് ആൻ ഓട്ടോമൊബൈൽ. അതായത് ഓട്ടോമൊബൈൽ ആകുമ്പോൾ നമുക്ക് ഫോർ വീലിലും ഉണ്ട്, 2 വീലിലും ഉണ്ട് അല്ലേ. നമുക്ക് ഫസ്റ്റ് ഫോർ വീലിൽ നോക്കാം. കാരണം നമ്മളൊരു 4 വീൽ വെഹിക്കിളിൻ്റെ കേസിൽ ഇറ്റ് ഈസ് എസെൻഷ്യൽ ദാറ്റ് നോ വീൽ ഈസ് ലിഫ്റ്റഡ് ഓഫ് ദ ഗ്രൗണ്ട് വൈൽ ദ വെഹിക്കിൾ ടേക്സ് എ ടേൺ. അതായത് ഇപ്പോൾ ഒരു വെഹിക്കിൾ നമ്മളൊരു ടേൺ എടുക്കുമ്പോൾ ഇപ്പോൾ നമ്മളെ ഇന്നർ വീല് കോണ്ടാക്റ്റിലുണ്ടാവും, സർഫസിന് കോണ്ടാക്റ്റിലുണ്ടാവും. പക്ഷേ ഔട്ടർ വീല് ജസ്റ്റ് ഒന്ന് ഗ്രൗണ്ടിൽ നിന്ന് ആ കോണ്ടാക്റ്റ് വിട്ട് കുറച്ച് പൊങ്ങാനുള്ള സാധ്യതയുണ്ട്. കാരണം ഗൈറോസ്കോപ്പിക് എഫക്റ്റ് ആവാം, അല്ല ഗൈറോസ്കോപ്പിക് എഫക്റ്റ് ആണ്. അങ്ങനെ പൊങ്ങാതിരിക്കാനുള്ള കണ്ടീഷൻസ്, അതായത് ഓട്ടോമൊബൈലിന് ആ കണ്ടീഷൻസ് മീറ്റ് ചെയ്യണം. ആ കണ്ടീഷൻസ് എന്തൊക്കെയാണെന്നാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഒരു 4 വീൽഡ് വെഹിക്കിളിൻ്റെ അതായത് എപ്പോഴും ഗ്രൗണ്ടുമായിട്ട് അത് വീൽ കോണ്ടാക്ട് ഉണ്ടാവണമെങ്കിൽ ദർ ഷുഡ് ബി എ കണ്ടീഷൻ ടു ബി ഫുൾഫിൽഡ്. സോ ദ കണ്ടീഷൻ ഈസ് ദാറ്റ് ആസ് ലോങ് ആസ് ദ വെർട്ടിക്കൽ റിയാക്ഷൻ ഓഫ് ദ ഗ്രൗണ്ട് ഓൺ എനി ഓഫ് ദ വീൽസ് ഈസ് പോസിറ്റീവ്, ദ വെഹിക്കിൾ കണ്ടിന്യൂസ് ടു റിമെയിൻ ഇൻ കോണ്ടാക്ട് വിത്ത് ദ റോഡ് എന്നാണ്. അതായത് ഈ കോണ്ടാക്ട് സർഫസ്, അതായത് ഗ്രൗണ്ട് എന്തായാലും ഒരു ബോഡി ഗ്രൗണ്ടിൻ്റെ മുകളിൽ കോണ്ടാക്ട് ഉണ്ടെങ്കിൽ ഗ്രൗണ്ട് വിൽ എക്സേർട്ട് എ റിയാക്ഷൻ ഓൺ ദാറ്റ് പർട്ടിക്കുലർ ബോഡി, റൈറ്റ്. അത് അപ്വേർഡ് ആയിരിക്കും, കോണ്ടാക്ട് ഉണ്ടെങ്കിൽ അപ്വേർഡ് ആയിരിക്കും. അപ്പോൾ റിയാക്ഷൻ എപ്പോഴും അപ്വേർഡ് ആണെങ്കിൽ അതിൻ്റെ മീനിങ് ബോഡി അതിനായിട്ട് കോണ്ടാക്ട് ഉണ്ട് എന്നാണ്. അപ്പോൾ റിയാക്ഷൻ പോസിറ്റീവ് അല്ലെങ്കിൽ അപ്വേർഡായിട്ട് റിമെയിൻ ചെയ്യുന്നിടത്തോളം കാലം ദ വീൽ ഈസ് ഇൻ കോണ്ടാക്ട് വിത്ത് ദ റോഡ് എന്നാണ് അതിൻ്റെ മീനിങ്. അതല്ലാത്ത പക്ഷം ദ വീൽ ഈസ് ലിഫ്റ്റഡ് ഫ്രം ദ റോഡ്. അപ്പോൾ ലിഫ്റ്റ് ചെയ്യാൻ പാടില്ല. ലിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ വണ്ടിയുടെ സ്റ്റെബിലിറ്റി നഷ്ടപ്പെടും. സോ ഫോർ സ്റ്റെബിലിറ്റി the condition is that the reactions, the vertical reaction of the ground on any of the wheels is positive or upwards. ഇതാണ് കണ്ടീഷൻ. ഓക്കെ, നമുക്ക് ഈ ഫിഗർ ഒന്ന് നോക്കാം. സപ്പോസ് ദിസ് ഈസ് എ ഫോർ വീൽഡ് വെഹിക്കിൾ ഹാവിങ് എ മാസ് m ആണ് ഇതിൻ്റെ മാസ്. അസ്യൂമിങ് ദാറ്റ് വെയിറ്റ് ഈസ് ഈക്വലി ഡിവൈഡഡ് എമംഗ് ദ 4 വീൽസ്. അപ്പോൾ ടോട്ടൽ വെയിറ്റ് mg, ഈ mg ഡിവൈഡ് ബൈ 4 ആണ് ഈച്ച് വീലിൽ ആക്ട് ചെയ്യുന്നത്, ഈച്ച് വീൽ. സോ ഈച്ച് വീൽ ഗോട്ട് mg ഡിവൈഡ് ബൈ 4 വെയിറ്റ്. ഓക്കെ, അപ്പോൾ അല്ലെങ്കിൽ w/4 എന്നുള്ള ഒരു ഈസ് ഈക്വൽ ടു RW കേട്ടോ. RW വെയിറ്റ് ഓൺ ഈച്ച് വീൽ, RW താഴേക്കായിരിക്കും അല്ലേ. സോറി, RW അല്ല, RW റിയാക്ഷൻ അല്ല, ടോട്ടൽ വെയിറ്റ് mg/4 എന്ന് ചോദിക്കാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇറ്റ് ആക്ട്സ് ഡൗൺവേർഡ്സ് അല്ലേ, അങ്ങനെയാണെങ്കിൽ റിയാക്ഷൻ ഓഫ് ദ ഗ്രൗണ്ട് ഓൺ ഈച്ച് വീൽ എങ്ങനെയാണ്? റിയാക്ഷൻ ഓഫ് ദ ഗ്രൗണ്ട് ഓൺ ഈച്ച് വീൽ വേറെ ഫോഴ്സ് ഒന്നും ഇല്ലല്ലോ. വേറെ ഫോഴ്സ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് റിയാക്ഷൻ ഓഫ് ദ ഗ്രൗണ്ട് on each wheel should be what?
ടോട്ടൽ വെയിറ്റ് mg/4 അല്ലേ, mg/4 ഈക്വൽ തന്നെ ആയിരിക്കും. അപ്പോൾ എല്ലാ വീലിനും ഒരു mg/4 റിയാക്ഷൻ മുകളിലേക്ക് ഉണ്ടാവും, കാരണം വെയിറ്റ് mg/4 താഴേക്കാണ് അല്ലേ. സോ ദാറ്റ് ഈസ് അപ്വേർഡ്സ്. സോ ഇറ്റ് ക്യാൻ ബി ടേംഡ് ആസ് RW. ആ RW ആണ് നമ്മൾ ഈ ഫിഗറിൽ കാണിച്ചത്. ഈ RW റിയാക്ഷൻ ഫോഴ്സ് ആണ്, റിയാക്ഷൻ ഫോഴ്സ് ഓൺ ഈച്ച് വീൽ അപ്വേർഡ്സ്. ഓക്കെ, അപ്വേർഡ്സ്. ഇനി നമുക്ക് എഫക്റ്റ് ഓഫ് ഗൈറോസ്കോപ്പിക് കപ്പിൾ ഒന്ന് നോക്കാം. എഫക്റ്റ് ഓഫ് ഗൈറോസ്കോപ്പിക് കപ്പിൾ. അപ്പോൾ നമുക്ക് ഗൈറോസ്കോപ്പിക് കപ്പിൾ, ഈ ഗൈറോസ്കോപ്പിക് കപ്പിൾ എന്ന് പറയുന്നത് ഓരോ വീലിലും ഗൈറോസ്കോപ്പിക് കപ്പിൾ ഉണ്ടാവില്ല. ഗൈറോസ്കോപ്പിക് കപ്പിൾ ഉണ്ടാവാം ഡ്യൂ ടു ഫോർ വീൽസ്. എന്തായിരിക്കും? ക്യാൻ ബി ടേംഡ് ആസ് CW, അതായത് വീലിൻ്റെ W ആണ്. CW എന്ന് വെച്ചാൽ 4 വീലുണ്ടെങ്കിലും 4 വീലിൻ്റെയും മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ 4IW, എല്ലാം സെയിം ആയിരിക്കും, എല്ലാം യൂണിഫോം വീലാണല്ലോ. ഇൻറ്റു ωW, അതായത് വീലിൻ്റെ ആംഗുലാർ വെലോസിറ്റി, ഇൻറ്റു ωp, വെലോസിറ്റി ഓഫ് പ്രിസഷൻ, ആംഗുലാർ വെലോസിറ്റി ഓഫ് പ്രിസഷൻ. അപ്പോൾ ഈ CW ഈസ് ഈക്വൽ ടു 4IW ωW ഇൻറ്റു ωpക്ക് പകരം എന്ത് ചെയ്യാം? ωWന് പകരം നമുക്ക് V²/R, സ്മോൾ r എന്നിടാം. ഓക്കെ, V²/r. എന്താണ് സ്മോൾ r? സ്മോൾ r എന്ന് വെച്ചാൽ സപ്പോസ് വീലിൻ്റെ റേഡിയസ്, കാരണം വീലിൻ്റെ വെലോസിറ്റി ആണല്ലോ ωW ഇൻറ്റു V² അല്ല, V/R അല്ലേ, V/R. ഓക്കെ, വെലോസിറ്റി ബൈ R. ആൻഡ് അടുത്തത് വെലോസിറ്റി ഓഫ് പ്രിസഷൻ V/R. എന്താണ് അപ്പോൾ V ലീനിയർ വെലോസിറ്റി, R റേഡിയസ് ഓഫ് വീൽ, ആൻഡ് R എന്താണ്? റേഡിയസ് ഓഫ് കർവേച്ചർ, അതായത് വെഹിക്കിൾ എടുക്കുന്ന ടേൺ. സപ്പോസ് വെഹിക്കിൾ ഒരു ടേൺ എടുക്കുന്നുണ്ടെങ്കിൽ, ടേൺ എടുക്കുമ്പോഴല്ലേ ഈ ഗൈറോസ്കോപ്പിക് എഫക്റ്റ് ടേണിലേ ഉണ്ടാവും. സ്ട്രെയിറ്റ് റോഡിൽ അല്ലെങ്കിൽ സ്ട്രെയിറ്റ് ആയിട്ട് വെഹിക്കിൾ റൺ ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ ഗൈറോസ്കോപ്പിക് എഫക്റ്റ് ഇല്ല. അവൻ സപ്പോസ് നമ്മുടെ കേസ് എന്ന് വെച്ചാൽ ഒരു ലെഫ്റ്റ് ടേൺ എടുക്കുന്നതായിട്ടാണ്. ഓക്കെ, നമ്മുടെ ഫിഗർ ഒരു ദിസ് ഈസ് എ ലെഫ്റ്റ് ടേൺ, ദ വെഹിക്കിൾ ഈസ് ട്രൈങ് ടു ടേക്ക് എ ലെഫ്റ്റ് ടേൺ. അങ്ങനെ അവിടെ ഉണ്ടാകുന്ന ഗൈറോസ്കോപ്പിക് എഫക്റ്റ് ആണ്. അപ്പോൾ ആ ലെഫ്റ്റ് ടേണിൻ്റെ ആ ടേൺ റേഡിയസ് അല്ലെങ്കിൽ റേഡിയസ് ഓഫ് കർവേച്ചർ ഓഫ് ദ ടേൺ, അതാണ് R. ഓക്കെ, അങ്ങനെയാണെങ്കിൽ CW ഈസ് ഈക്വൽ ടു 4I ഇൻറ്റു V²/R എന്ന് എഴുതിക്കൂടെ? CW ഇങ്ങനെ എഴുതാം, റൈറ്റ്? ദിസ് ഇസ് ഹൗ വി റൈറ്റ് CW. ഇത് വീലുണ്ട്, ദിസ് ഈസ് ദ ഗൈറോസ്കോപ്പിക് എഫക്റ്റ് ഓൺ വീൽസ്. ഇനി അതേപോലെ എന്തുണ്ട്? എൻജിനും ഉണ്ടല്ലേ. നമുക്ക് വീല് മാത്രമല്ല, എൻജിനും ഉണ്ട്. കാരണം എൻജിനും റൊട്ടേഷൻ ഉണ്ട്. നമ്മൾ ഇവിടെ ആണെങ്കിലോ, നമ്മളെ ലൈക്ക് എയ്റോപ്ലെയിൻ ആൻഡ് ഷിപ്സിൽ അവിടെ എൻജിൻ, പ്രൊപ്പല്ലർ മാത്രമേ നമ്മൾ കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷേ ഒരു വെഹിക്കിൾ ആകുമ്പോൾ അവിടെ വീലിൻ്റെ റൊട്ടേഷൻ ഉണ്ട്, എൻജിൻ്റെ റൊട്ടേഷൻ ഉണ്ട്. ഗൈറോസ്കോപ്പിക് കപ്പിൾ ഡ്യൂ ടു എൻജിൻ റൊട്ടേറ്റിംഗ് parts. So that can be termed as CE. CE is IE omega E omega P. Okay, IE omega E omega P. Okay, so IE can be നമ്മളെ എൻജിൻ്റെ വെലോസിറ്റി ഒമേഗ ഇ എന്നുള്ളത് ωE/ വീലിൻ്റെ വെലോസിറ്റി ωW ഈസ് നോൺ ആസ് ഗിയർ റേഷ്യോ. അതായത് എൻജിൻ്റെ സ്പീഡിനെ കുറച്ച് ഒന്നിക്കൽ ഇൻക്രീസ് ചെയ്തോ ഡിക്രീസ് ചെയ്തോ അല്ല ഇൻക്രീസ് ചെയ്യാണ് സാധാരണ ചെയ്യുക. അങ്ങനെയുള്ള ഇൻക്രീസിങ് അല്ല, അതൊരു കറക്റ്റ് എൻജിൻ സ്പീഡല്ലല്ലോ നമുക്ക് ഇവിടെ ഔട്ട്പുട്ടായിട്ട് വീലിൽ കിട്ടുക. അപ്പോൾ എൻജിൻ സ്പീഡ് ഡിവൈഡ് ബൈ ωW ഈസ് ഈക്വൽ ടു G, ഗിയർ റേഷ്യോ എന്നാണ് നമ്മൾ പറയുക. ഓക്കെ, സോ അതുകൊണ്ട് നമ്മൾ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇവിടെ WEക്ക് പകരം എന്ത് ചെയ്യാം?
W equal പകരം CE is equal to IE into G into omega W into omega P. അങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഓക്കെ. ടോട്ടൽ ഗൈറോസ്കോപ്പിക് എഫക്റ്റ് എന്ന് പറയുന്നത് CG, ടോട്ടൽ ഗൈറോസ്കോപ്പിക് എഫക്റ്റ് ഈസ് ഈക്വൽ ടു CW പ്ലസ് ഓർ മൈനസ് CE. കാരണം പോസിറ്റീവ് സൈൻ ഈസ് യൂസ്ഡ് വെൻ ദ എഞ്ചിൻ പാർട്സ് റൊട്ടേറ്റ് ഇൻ സെയിം ഡയറക്ഷൻ ആസ് ദ വീൽ. അപ്പോൾ വീലിൻ്റെ സെയിം ഡയറക്ഷനിലാണ് എഞ്ചിൻ്റെ റൊട്ടേഷൻ ഉള്ളതെങ്കിൽ പോസിറ്റീവ് യൂസ് ചെയ്യാം. നെഗറ്റീവ് സൈൻ എന്ത്, അത് രണ്ടും ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് റൊട്ടേറ്റ് ചെയ്യുന്നതെങ്കിൽ. ഓക്കെ, സോ ദാറ്റ് ഈസ് വൈ വി ആർ റൈറ്റിംഗ് CW പ്ലസ് ഓർ മൈനസ് CE. ഓക്കെ, സോ അസ്യൂമിങ് ദാറ്റ് CG ഈസ് പോസിറ്റീവ്, CG പോസിറ്റീവ് ആണെന്ന് അസ്യൂം ചെയ്യാം. when vehicle takes a left turn, so assuming that CG is positive and the vehicle CG പോസിറ്റീവ് വെച്ചാൽ എന്തായാലും CW കൂടുതൽ, ഒന്നെങ്കിൽ CWയും സെയിം, അല്ലെങ്കിൽ CW ഗ്രേറ്റർ ദാൻ CE. അങ്ങനെയുള്ള കേസിൽ CG പോസിറ്റീവ് ആണെന്ന് അസ്യൂം ചെയ്യാം. ആൻഡ് വെഹിക്കിൾ ടേൺസ് എ ലെഫ്റ്റ്, വെഹിക്കിൾ takes a left turn. Okay, vehicle takes a left turn. So the reaction gyroscopic couple on it is clockwise when viewed from the rear of the vehicle. അതായത് നമ്മൾ വെഹിക്കിളിൻ്റെ ബാക്ക് സൈഡ് നോക്കിക്കഴിഞ്ഞാൽ റിയാക്ഷൻ ഗൈറോസ്കോപ്പിക് കപ്പിൾ ക്ലോക്ക് വൈസ് ആയിട്ടാണ് കാണുക. So the reaction couple is provided by equal and opposite forces on the outer and the inner wheels of the vehicles. എന്താണ് റിയാക്ഷൻ കപ്പിൾ ഏതാ പ്രൊവൈഡ് ചെയ്യുന്നത്? ഈസ് പ്രൊവൈഡഡ് ബൈ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ഫോഴ്സസ് ഓൺ ദി ഔട്ടർ ആൻഡ് ഇന്നർ വീൽസ് ഓഫ് ദ വെഹിക്കിൾ. അത് എങ്ങനെയാണെന്ന് വെച്ചാൽ അസ്യൂം നമുക്ക് നോക്കാം. ഇവിടെ ഈ ഫിഗറിൽ ദിസ് വെഹിക്കിൾ ഈസ് ടേക്കിംഗ് ലെഫ്റ്റ് ടേൺ എന്നല്ലേ പറഞ്ഞത്. ലെഫ്റ്റ് ടേൺ വയ്ക്കുമ്പോൾ സപ്പോസ് ഇവിടുന്ന് നോക്കുമ്പോൾ പിന്നെ എന്താണ് വീല് ഇവിടെ നോക്കുമ്പോൾ വീലൊരു ക്ലോക്ക് വൈസിലാണ് റൊട്ടേറ്റ് ചെയ്യുന്നത് വെച്ചാൽ നമുക്ക് അതിൻ്റെ വെക്റ്റർ ഇങ്ങനെ വരക്കാം. വെക്റ്റർ ഒ എ എന്നുള്ളൊരു വെക്റ്റർ വരക്കാം. വീലിൻ്റെ ടേൺ ക്ലോക്ക് വൈസ് ആണ്. അപ്പോൾ ഇവിടെ നിന്നാണ് നോക്കുന്നതെങ്കിൽ, നമ്മൾ ഈ സൈഡിൽ നിന്നാണ് നോക്കുന്നതെങ്കിൽ ക്ലോക്ക് വൈസ് ആണെങ്കിൽ ലെഫ്റ്റ് ടേൺ അടിക്കുമ്പോൾ എന്താവും, ഇത് ഇങ്ങോട്ട് ടേൺ ചെയ്യും. പിന്നെ കപ്പിൾ ഇങ്ങനെ ആയിരിക്കും, റിയാക്റ്റീവ് കപ്പിൾ ഇങ്ങനെ ആയിരിക്കും. റിയാക്റ്റീവ് കപ്പിൾ ഇങ്ങനെയെന്ന് വെച്ചാൽ ഇവിടെ നോക്കുമ്പോൾ റെയർ സൈഡ് നോക്കുമ്പോൾ ആൻറ്റി ക്ലോക്ക് വൈസ് ആയിരിക്കും അല്ലേ, ക്ലോക്ക് വൈസ് ആയിരിക്കും, എവേ ഫ്രം ദ വിയർ ക്ലോക്ക് വൈസ്. അപ്പോൾ റെയർ സൈഡിൽ നിന്ന് നോക്കുമ്പോൾ ഇവിടെ നിന്നാണ് നോക്കുന്നതെങ്കിൽ വെഹിക്കിൾ എന്നുണ്ടാവും ഒരു ക്ലോക്ക് വൈസ് റൊട്ടേഷൻ, ക്ലോക്ക് വൈസ് ഗൈറോസ്കോപ്പിക് എഫക്റ്റ് അല്ലേ, ക്ലോക്ക് വൈസ് ഗൈറോസ്കോപ്പിക് എഫക്റ്റാണ് ഉണ്ടാവുക. ക്ലോക്ക് വൈസ്. അപ്പോൾ വെൻ ദ വെഹിക്കിൾ ടേൺസ്, വെൻ ദ CG is positive and the vehicle takes a left turn, gyroscopic couple on it is clockwise when viewed from the rear of the vehicle. അതായത് ബാക്ക് സൈഡ് നോക്കിയാൽ ആ ഒരു റിയാക്ഷൻ ഗൈറോസ്കോപ്പിക് കപ്പിൾ ഒരു ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് ഉണ്ടാവുക. അപ്പോൾ ഈ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ റിയാക്ഷൻ ഗൈറോസ്കോപ്പിക് കപ്പിൾ is seen clockwise when viewed from the rear side. Okay, rear side of the vehicle. So the reaction couple is provided by equal and opposite forces on the outer and inner wheels. Okay, outer and inner wheels ഉണ്ടാവുമല്ലോ. ഈ റിയാക്ഷൻ കപ്പിൾ എന്ന് വെച്ചാൽ ഏതാ, CG. ഈ CG എന്നുള്ളത് കപ്പിളാണ്. കപ്പിൾ എന്ന് വെച്ചാൽ സം ഫോഴ്സ് ഇൻറ്റു ഡിസ്റ്റൻസ്. ഓക്കെ, അപ്പോൾ സം ഫോഴ്സ് ഇൻറ്റു ഡിസ്റ്റൻസ്. അപ്പോൾ ഫോഴ്സ് എന്താണ്, കപ്പിൾ ബൈ ഡിസ്റ്റൻസ് ചെയ്താൽ ഫോഴ്സ് കിട്ടൂലേ. അപ്പോൾ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ W ആണ്. ഓക്കെ, ഈ ഫിഗറിൽ ഈ വീല് തമ്മിലുള്ള ഡിസ്റ്റൻസ് W എന്താ, ഈ വീല് തമ്മിലുള്ള ഡിസ്റ്റൻസ് W ആണെങ്കിൽ സോ ദാറ്റ് കപ്പിൾ ഡിവൈഡ് ബൈ W ആയിരിക്കും എന്ത്, ഫോഴ്സ്. അപ്പോൾ കപ്പിൾ എന്ന് പറയുമ്പോൾ
കപ്പിൾ എന്ന് പറയുമ്പോൾ ഒരു ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ഫോഴ്സസ് എന്താണ് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് പാരലൽ ഫോഴ്സസ് ആയിരിക്കും. ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് പാരലൽ ഫോഴ്സസ്. അപ്പോൾ ഒന്ന് താഴേക്കും ഒന്ന് മുകളിലേക്കും വരും അല്ലേ. അപ്പോൾ ബാക്ക് നോക്കുമ്പോൾ ക്ലോക്ക് വൈസ് ഇത് ഇങ്ങനെ സപ്പോസ് വെഹിക്കിൾ ഇങ്ങനെയാണ് ഉള്ളത്. അപ്പോൾ ഇതാണ് വെഹിക്കിൾ, ഇതിൻ്റെ ടയർ. ഇപ്പോൾ ബാക്ക് നിന്നാണ് ഞാൻ നോക്കുന്നത്. അപ്പോൾ ഇതിന് ഒരു ക്ലോക്ക് വൈസ് കപ്പിൾ ഉണ്ട് എന്നാണ് പറയുന്നത്. ക്ലോക്ക് വൈസ് കപ്പിൾ ഉണ്ടെങ്കിൽ അതിൻ്റെ മീനിങ് വെച്ചാൽ ഇവിടെ ഒരു ഡൗൺവേർഡ് ഫോഴ്സ്, ഇവിടെ ഒരു അപ്വേർഡ് ഫോഴ്സ് അല്ലേ. അത് എങ്ങനെയാണെങ്കിലല്ലേ അത് ക്ലോക്ക് വൈസ് കപ്പിളാവും. ഇവിടെ ഒരു അപ്വേർഡ് ഫോഴ്സ്, ഇവിടെ ഒരു ഡൗൺവേർഡ് ഫോഴ്സ്. അപ്പോൾ ഇങ്ങോട്ടല്ലേ റൊട്ടേറ്റ് ചെയ്യുന്നത്, ലെഫ്റ്റിലേക്കല്ലേ. ലെഫ്റ്റിലേക്ക് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഇതാണ് ഇന്നർ വീൽ, ഇത് ഔട്ടർ വീൽ. ഓക്കെ, ഇതാണ് ഔട്ടർ വീൽ. അപ്പോൾ ഔട്ടർ വീലും ഇന്നർ വീലിലും സെയിം ഫോഴ്സ് ആയിരിക്കും അല്ലേ. സോ ഫോഴ്സസ് ഓൺ ഔട്ടർ വീൽ എന്ന് പറയുന്നത്, ഫോഴ്സസ് ഓൺ ഔട്ടർ വീൽ എന്തായിരിക്കും, താഴേക്ക്. ഔട്ടർ വീല് താഴേക്ക്, കാരണം ക്ലോക്ക് വൈസ് റൊട്ടേഷൻ. അതൊക്കെ സി ജി ഡിവൈഡ് ബൈ ഡബ്ല്യു. അതേപോലെ ഫോഴ്സസ് ഓൺ ഇന്നർ വീല്, ഇത് ഡൗൺവേർഡ്സ് ആണ്. ഫോഴ്സസ് ഓൺ ഇന്നർ വീല് സെയിം ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് തന്നെയാണ്. പക്ഷേ എന്താണ്, അപ്വേർഡ്സ് ആയിരിക്കും അല്ലേ. അപ്വേർഡ്സ് ഡയറക്ഷൻ മാത്രമേ വ്യത്യാസമുള്ളൂ. അപ്പോൾ ഇത് ഔട്ടർ വീല് രണ്ടെണ്ണം ഇല്ലേ. അപ്പോൾ ഫോഴ്സസ് ഓൺ ഈച്ച് വീൽ എന്ന് പറയുമ്പോൾ CG/2W, കാരണം 2 വീലല്ലേ. അപ്പോൾ ഫോഴ്സ് ഈക്വലായിട്ട് ഡിവൈഡ് ആവും 2W. ഔട്ടർ വീലാണ്. ഇത് ഡൗൺവേർഡ്സ്. അതേപോലെ ഫോഴ്സസ് ഓൺ ഈച്ച് ഇന്നർ വീൽ എന്താണ്, ഇന്നർ വീൽ എന്ന് വെച്ചാൽ CG/2W അപ്വേർഡ്സ്. അപ്പോൾ ഇത്രയും ഫോഴ്സസ് ആണ് അതിന് ആക്ട് ചെയ്യുന്നത്, ആ വീലിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സസ് ഡ്യൂ ടു ഗൈറോസ്കോപ്പിക് കപ്പിൾ ഓഫ് വീൽസിൻ്റെ റൊട്ടേഷൻ കാരണം ഉണ്ടാകുന്ന ഗൈറോസ്കോപ്പിക് കപ്പിൾ കാരണം വീൽസിലുണ്ടാവുന്ന ഫോഴ്സസ് ആണ് ഇത്. ഓക്കെ, ദസ് ദ ഫോഴ്സസ് ഓൺ ഈച്ച് ഓഫ് ദ ഔട്ടർ വീൽസ് ഈസ് സിമിലർ. അപ്പോൾ ഔട്ടർ വീൽസിൽ വെയിറ്റ് ഒക്കെ എന്താണ്, ഔട്ടർ വീൽസിൽ ഓൾറെഡി എന്തുണ്ട്, വെയിറ്റ് ഉണ്ട് അല്ലേ. mg/4 എന്നുള്ള വെയിറ്റ് എന്താ താഴേക്കുണ്ട്. പ്ലസ് എന്ത് വന്നു, CG/2W വീണ്ടും താഴേക്ക് വന്നു അല്ലേ. അപ്പോൾ ടോട്ടൽ റിയാക്ഷൻ എന്തായിരിക്കും. അപ്പോൾ റിയാക്ഷൻ ഓഫ് ഗ്രൗണ്ട്, കാരണം ഇത് താഴേക്കുള്ള ഫോഴ്സ്. അപ്പോൾ അതിന് കണക്കായിട്ട് ഗ്രൗണ്ടിൽ നിന്ന് ഒരു റിയാക്ഷൻ ഉണ്ടാവും മുകളിലേക്ക്. ഓൺ ഈച്ച് ഔട്ടർ വീൽ ഡ്യൂ ടു ദിസ് ഗൈറോസ്കോപ്പിക് കപ്പിൾ എന്ന് വെച്ചാൽ RG ആണ്. RG ഈസ് ഈക്വൽ ടു CG/2W എന്നുള്ളത് അപ്വേർഡ് റിയാക്ഷൻ, കാരണം ഫോഴ്സ് ഡൗൺവേർഡ് ആയതുകൊണ്ട് അപ്പോൾ റിയാക്ഷൻ ഡ്യൂ ടു ദിസ് ഗൈറോസ്കോപ്പിക് ഫോഴ്സ് അപ്വേർഡ് ആയിരിക്കും. അതേപോലെ റിയാക്ഷൻ ഓഫ് ഗ്രൗണ്ട് ഡ്യൂ ടു എന്താണ്, റിയാക്ഷൻ ഓഫ് ഗ്രൗണ്ട് ഓൺ ഈച്ച് ഇന്നർ വീൽ ഡ്യൂ ടു ദിസ് ഗൈറോസ്കോപ്പിക് ഫോഴ്സ് എന്ന് പറയുന്നത് അഗെയിൻ RG ആയിരിക്കും, CG/2W തന്നെ ആയിരിക്കും. പക്ഷെ അത് ഫോഴ്സ് മുകളിലേക്കായിരുന്നു അല്ലേ. അപ്പോൾ റിയാക്ഷൻ ഡൗൺവേർഡ്സ് ആണ്. ഓക്കെ, കാരണം നമ്മൾ ഫോഴ്സസ് ഓൺ ഈച്ച് ഇന്നർ വീൽ മുകളിലേക്കല്ല കിട്ടിയത്. അപ്പോൾ റിയാക്ഷൻ ഫോഴ്സ് RG താഴേക്കായിരിക്കും. ഓക്കെ, അതുകൊണ്ടാണ് നമ്മൾ ഈ ഫിഗറിൽ നോക്കിക്കോ. ഈ ഫിഗറിൽ യു ക്യാൻ സീ ദാറ്റ് ഇന്നർ വീലിൽ RG താഴേക്ക്, ഇവിടെ ഔട്ടർ വീൽ RG മുകളിലേക്ക്. ഈ വെയിറ്റ് കാരണമുള്ള റിയാക്ഷൻസ് 4 മുകളിലേക്ക് തന്നെയാണ്, RW. ഇനി ഒന്നും കൂടിയുണ്ട്, എഫക്റ്റ് ഓഫ് സെൻട്രിഫ്യൂഗൽ കപ്പിൾ. അതാണ് RC പറയുന്നത്, RC. ഓക്കെ, എഫക്റ്റ് ഓഫ് സെൻട്രിഫ്യൂഗൽ കപ്പിൾ.
ആസ് എ വെഹിക്കിൾ മൂവ്സ് ഓൺ എ കേർവ് പാത്ത് അവിടെ എന്തുണ്ടാവും, ഒരു സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് ഉണ്ടാവും അല്ലേ. സപ്പോസ് ഇതൊരു വെഹിക്കിളാണ്, ഈ വെഹിക്കിൾ ഇങ്ങനെ ഒരു ടേണിങ് ഒരു 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 കേർവ്ഡ് പാത്തിൽ പോകുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു എന്തുണ്ടാവും, ഒരു സെൻട്രിപെറ്റൽ ഫോഴ്സ് അകത്തേക്ക് ഉണ്ടാവാം. അതിന് ഓപ്പോസിറ്റായിട്ട് എന്തുണ്ടാവും, ഒരു സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് അല്ലേ, ഒരു സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് പുറത്തേക്കും ഉണ്ടാവും അല്ലേ. അതായത് റേഡിയലി ഔട്ട്വേർഡ്സ് ഇൻ ദ ഔട്ട്വേർഡ് ഡയറക്ഷൻ അറ്റ് ദ സെൻറ്റർ ഓഫ് മാസ് ഓഫ് ദ വെഹിക്കിൾ. സെൻറ്റർ ഓഫ് മാസ് ഓഫ് ദ വെഹിക്കിളിന് ഒരു സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് ഉണ്ടാവും. അതറിയാമല്ലോ സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് എന്താണ്. ഇപ്പോൾ നമ്മളൊരു ഒരു ചെറിയ കല്ലിന് നമ്മളൊരു ഒരു ചെറിയൊരു സ്ട്രിങ് അല്ലെങ്കിൽ ഒരു വള്ളി കെട്ടി നിങ്ങൾ കറക്കി കഴിഞ്ഞാൽ, ഇങ്ങനെ ഒരു സർക്കുലർ മോഷൻ കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് നിങ്ങൾ ആ സ്ട്രിങ് നിങ്ങൾ കൈ ഇളക്കി കഴിഞ്ഞാൽ അതൊരു ഒരു ടാൻജൻഷ്യൽ പാത്തിൽ അത് മൂവ് ചെയ്യില്ലേ. അതെന്തുകൊണ്ടാണ്, നമ്മുടെ കയ്യിൽ നിന്ന് വിട്ട് കഴിഞ്ഞാൽ അതൊരു ഒരു ഒരു ഫ്ലൈറ്റ് എടുക്കൂലേ. അതെന്തുകൊണ്ടാണ്, ആ സെൻട്രിഫ്യൂഗൽ ഫോഴ്സാണ്. അപ്പോൾ ആ സർക്കുലർ പാത്തിന് പാരലായിട്ടുള്ള ടാൻജൻഷ്യൽ വെലോസിറ്റി ഉണ്ടാവും അതിന്. എല്ലായിടത്തും അതിന് ടാൻജൻഷ്യൽ വെലോസിറ്റി ഉണ്ടാവും. ഓക്കെ, ആ വെലോസിറ്റിയിൽ നമുക്ക് പിന്നെ അത് ഈ സർക്കുലർ പാത്തിൽ നിന്ന് വിട്ട് കഴിഞ്ഞാൽ ആ വെലോസിറ്റിയിലേക്ക് പോകാൻ, ആ വെലോസിറ്റി ആ ഡയറക്ഷൻ ഓഫ് വെലോസിറ്റിയിലാണ് അത് മൂവ് ചെയ്യുക. അപ്പോൾ സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് ഉണ്ട് എന്നറിയാം. ഓക്കെ, അത് ആക്ട് ചെയ്യുന്നത് ഇറ്റ് ആക്ട്സ് അറ്റ് സെൻറ്റർ ഓഫ് മാസ് ഓഫ് ദ വെഹിക്കിൾ. അപ്പോൾ ഈ സെൻട്രിഫ്യൂഗൽ ഫോഴ്സിൻ്റെ മാഗ്നിറ്റ്യൂഡ് എത്രയാണ്, സെൻട്രിഫ്യൂഗൽ ഫോഴ്സിൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് എം ആർ ഒമേഗ പി സ്ക്വയർ ആണ്. കാരണം എന്താണ്, എം എന്ന് വെച്ചാൽ മാസ് ഓഫ് ദ വെഹിക്കിൾ, ആർ എന്ന് വെച്ചാൽ എന്താണ്, റേഡിയസ് ഓഫ് ദ കർവേച്ചർ ആണ് അല്ലേ. റേഡിയസ് ഓഫ് ദ കർവേച്ചർ. ഒമേഗ പി എന്ന് വെച്ചാൽ പിന്നെന്താണ്, ആംഗുലാർ വെലോസിറ്റി, ആ കർവിലൂടെ പാസ് ചെയ്യുന്ന ആംഗുലാർ വെലോസിറ്റി. ആംഗുലാർ വെലോസിറ്റി എങ്ങനെയാണ്, എം ആർ വി ബൈ ക്യാപിറ്റൽ ആർ ഹോൾ സ്ക്വയർ അല്ലെങ്കിൽ എം വി സ്ക്വയർ ബൈ ആർ എന്ന് എഴുതിയാൽ മതി. എം വി സ്ക്വയർ ബൈ ആർ, ഇതാണ് എന്ത്, സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് എന്ന് പറയുന്നത്, എം വി സ്ക്വയർ ബൈ ആർ. So this force would tend to overturn the vehicle outwards and the overturning couple will be, ഒരു ഓവർടേണിംഗ് കപ്പിൾ ഉണ്ടാവും. ഓവർടേണിംഗ് കപ്പിൾ, ഗൈറോസ്കോപ്പിക് അല്ല, ഓവർടേണിംഗ് കപ്പിൾ. CC is equal to MR omega P whole square into H അല്ലെങ്കിൽ എം വി സ്ക്വയർ ബൈ ആർ ഇൻറ്റു എച്ച്. എന്താണ് ഈ ഓവർടേണിംഗ് കപ്പിൾ, ഈ ഫിഗർ നോക്കാം. ഇപ്പോൾ നിങ്ങൾ ഈ ഒരു ഫിഗർ നോക്കാം. ഏത് ഫിഗർ, ദിസ് ഫിഗർ. ഇത് നമ്മൾ റെയർ സൈഡിൽ നിന്നുള്ള വ്യൂ ആണ്, അപ്പോൾ നോക്കുക, ഇതാണ് വണ്ടിയുടെ സെൻറ്റർ ഓഫ് മാസ്. ഇവിടുന്ന് ലെഫ്റ്റ് ടേൺ ആണ് എടുക്കുന്നതെങ്കിൽ റൈറ്റ് വേർഡ്സിലായിരിക്കും എന്തുണ്ടാവുക, ഈ സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് ആക്ട് ചെയ്യാം. ഈ സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് എന്തുണ്ടാക്കും, ഒരു ഓവർടേണിംഗ് കപ്പിൾ ഉണ്ടാക്കും. ആ ഓവർടേണിംഗ് കപ്പിൾ എന്ന് വെച്ചാൽ എഫ് സി ഇൻറ്റു എച്ച് ആണ്. എഫ് സി ഇൻറ്റു എച്ച്. ഓക്കെ, എഫ് സി ഇൻറ്റു എച്ച്. ഇപ്പോൾ എഫ് സി ഇൻറ്റു എച്ച് എന്ന് പറയുന്നത്, ഈ എച്ച് എന്നുള്ളത് എന്താണ്, ഈ സെൻറ്റർ ഓഫ് മാസ് നിന്ന് ഗ്രൗണ്ടിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ് എഫ് സി ഇൻറ്റു എച്ച്. ഓക്കെ, അപ്പം ഇതിനെ ഇങ്ങനെ ഒന്ന് ഇങ്ങനെയാണ് കപ്പിൾ ഉണ്ടാക്കുക അല്ലേ. കപ്പിളിൻ്റെ ഡയറക്ഷൻ എന്തായിരിക്കും, ക്ലോക്ക് വൈസ് ആയിരിക്കും അല്ലേ. അപ്പോൾ എഫ് സി എച്ച് എന്നുള്ളത് ഒരു ക്ലോക്ക് വൈസ് കപ്പിളാണ് ഉണ്ടാക്കുക, ക്ലോക്ക് വൈസ് അല്ലെങ്കിൽ ഓവർ ടേണിങ് ഔട്ട്വേർഡ്സ്. നമ്മൾ പുറത്ത് ഭാഗത്തേക്ക് ടേൺ ലെഫ്റ്റ് ആണെങ്കിൽ പുറത്ത് ഭാഗം എന്ന് വെച്ചാൽ ഔട്ട്വേർഡ് ഡയറക്ഷൻ എന്ന് വെച്ചാൽ എന്താ, റൈറ്റ് സൈഡിലേക്ക്. അപ്പോൾ റൈറ്റ് സൈഡിലേക്ക് അല്ലെങ്കിൽ ഒരു ഔട്ട്വേർഡ് ഡയറക്ഷനിലേക്ക് ഒരു ഓവർ ടേണിങ് കപ്പിൾ ഉണ്ടാക്കും അല്ലേ. ആ കപ്പിളിൻ്റെ വാല്യൂ ആണ് നമ്മൾ കണ്ടത്, എം വി സ്ക്വയർ ബൈ ആർ. ഓവർ ടേണിങ് കപ്പിൾ ടുവേർഡ്സ് ഔട്ട്വേർഡ്സ്, അതായത് റൈറ്റ് സൈഡിലേക്ക്. ലെഫ്റ്റ് ടേൺ ആണ് എടുക്കുന്നത്, അപ്പോൾ ഓവർ ടേണിങ് കപ്പിൾ റൈറ്റ് സൈഡിലേക്കായി. അപ്പോൾ ഇതെന്തുണ്ടാക്കും, എഗെയിൻ ഇത് കാരണം നമുക്കൊരു റിയാക്ഷൻ ഫോഴ്സസ് ഉണ്ടായിക്കൂടെ. അപ്പോൾ വെഹിക്കിൾ ഇങ്ങനെയാണ്, അതായത് ലൈക്ക്, സോ ദിസ് ഈസ് ദ വെഹിക്കിൾ. റൈറ്റ് സൈഡ് നോക്കുമ്പോൾ ഇതാണ് വീൽ. ഓക്കെ, ഇതാണ് വീൽ. ഇത് ഓവർ ടേണിങ് കപ്പിൾ ഇങ്ങനെയാണ് ഉണ്ടാക്കുന്നതെങ്കിൽ
സ്വാഭാവികമായിട്ടും ഇവിടെ എന്തുണ്ടാവും, ഡൗൺവേർഡ്സ് റിയാക്ഷൻ ഉണ്ടാവും. ഡൗൺവേർഡ് ഫോഴ്സ്, ഇത് അപ്വേർഡ് ഫോഴ്സ്. അപ്പോൾ ഈ ഫോഴ്സ് എന്ന് വെച്ചാൽ സി സി ബൈ ഡബ്ല്യു, ഇത് സി സി ബൈ അഗെയിൻ ഡബ്ല്യു, ഇത് മുകളിലേക്ക് ഇത് താഴേക്ക് അല്ലേ, സി സി ബൈ ഡബ്ല്യു മുകളിലേക്കും താഴേക്കും സി സി ബൈ ഡബ്ല്യു ഉണ്ട്. ഇതിപ്പോൾ ഈ സൈഡിൽ നമുക്ക് 2 വീൽ ഉണ്ട് അല്ലേ, അപ്പോൾ ഇത് സി സി ബൈ 2W, ഇവിടെയും സി സി ബൈ 2W. ഈച്ച് വീൽ എന്ന് വെച്ചാൽ ഓരോ വീലിലും ഫോഴ്സസ് ഓൺ ഈച്ച് വീൽ, ഫോഴ്സ് ഓൺ ഈച്ച് ഔട്ടർ വീൽ എന്തായിരിക്കും, ഔട്ടർ വീൽ എന്ന് വെച്ചാൽ സി സി ബൈ 2W ഡൗൺവേർഡ്സ്. ഫോഴ്സ് ഓൺ ഈച്ച് ഇന്നർ വീൽ എന്തായിരിക്കും, സി സി ബൈ 2W അപ്വേർഡ്സ്. ഓക്കെ, അപ്പോൾ ഈ റിയാക്ഷൻ ഫോഴ്സ് RC, ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് എന്താണ്, റിയാക്ഷൻ ഓഫ് ഗ്രൗണ്ട് ഓൺ ഈച്ച് ഔട്ടർ വീൽ, RC ഓൺ ഔട്ടർ വീൽ എന്ന് പറയുന്നത് ഔട്ടർ വീൽ. അപ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള റിയാക്ഷൻ ഔട്ടർ വീൽ എന്തായിരിക്കും, ഒന്ന് ഔട്ടർ വീലിൽ RC മുകളിലേക്കായിരിക്കും, ഫോഴ്സ് താഴേക്ക് ആയതുകൊണ്ട് RC മുകളിലേക്ക്, ഇവിടെ RC മുകളിലേക്ക്, ഇന്നർ വീൽ RC താഴേക്ക്, എഗെയിൻ RC താഴേക്ക് അല്ലേ. അപ്പോൾ നമുക്കൊരു വീല് RC എന്നുള്ളത് എന്താണ്, RC ഈസ് ഈക്വൽ ടു സി സി ബൈ 2W ആണ്, സി സി ബൈ 2W. ഔട്ടർ വീലിൽ എന്താണ്, അപ്വേർഡ്സ്, ഔട്ടറിൽ RC ഈസ് ഈക്വൽ ടു സി സി ബൈ 2W ഡൗൺവേർഡ്സ് ഇന്നർ വീൽ അല്ലേ. അപ്പോൾ നമുക്ക് എല്ലാ റിയാക്ഷൻസിൻ്റെയും എന്ത് കിട്ടി, എല്ലാ റിയാക്ഷൻസിൻ്റെയും എന്ത് കിട്ടി, റിയാക്ഷൻസിൻ്റെ ഡയറക്ഷൻസ് കിട്ടി. അപ്പോൾ വെയിറ്റ് കാരണമില്ല എല്ലാം RW 4 മുകളിലേക്ക്, ഗൈറോസ്കോപ്പിക് കപ്പിൾ കാരണമില്ല RG പുറത്ത് 2 മുകളിലേക്ക്, അകത്ത് 2 താഴേക്ക് അല്ലേ. ഇനി സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് കാരണമില്ല RC 2 പുറത്ത് മുകളിലേക്ക്, അകത്ത് അഗെയിൻ താഴേക്ക്. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ റിയാക്ഷൻ ഓഫ് ഗ്രൗണ്ട് ഓൺ ഈച്ച് ഇന്നർ വീലിൽ ടോട്ടൽ റിയാക്ഷൻ ടോട്ടൽ എന്ന് പറയുന്നത് വെർട്ടിക്കൽ റിയാക്ഷൻ R ഈസ് ഈക്വൽ ടു, ഇന്നർ വീലിലെല്ലാം അപ്വേർഡ് ആണോ, ഔട്ടർ വീലിൽ എല്ലാം അപ്വേർഡ് ആണ്. ഇത് ഇന്നർ വീൽ എന്ന് വെച്ചാൽ W/4 എന്നില്ല, RW, അല്ലെങ്കിൽ ഈ RW ഉണ്ട്, RW മുകളിലേക്കാണ്, -RG -RC. അപ്പോൾ ഇതാണ് ഇന്നർ വീലിൻ്റെ കേസ്. ഔട്ടർ വീലാണെങ്കിലോ, ഔട്ടർ വീലിൽ ഒന്നും നോക്കണ്ട, കാരണം R എന്ന് വെച്ചാൽ അഗെയിൻ RW പ്ലസ് RG പ്ലസ് RC തന്നെയാണ്. അപ്പോൾ ഇവിടെയാണ് നമുക്കൊരു കാരണം RW കൂടുതലില്ലെങ്കിൽ, അതായത് വെയിറ്റ് കൂടുതലില്ലെങ്കിൽ ഇത് ടോട്ടൽ നെഗറ്റീവ് ആവാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ RW ഗ്രേറ്റർ ദാൻ ദി സം ഓഫ് RG ആൻഡ് RC ആണെങ്കിൽ കുഴപ്പമില്ല, നെറ്റ് R പോസിറ്റീവ് ആവാം. പക്ഷേ അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇത് നെഗറ്റീവ് ആവാണ്ട് സൂക്ഷിക്കണം. റിയാക്ഷൻ ഷുഡ് നോട്ട് ബി നെഗറ്റീവ്, അതായത് RW മൈനസ് RG മൈനസ് RC ഷുഡ് ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0, പോസിറ്റീവ് ആവണം. എന്നാലേ അവിടെ ഇന്നർ വീല് എപ്പോഴും ഗ്രൗണ്ടുമായിട്ട് കോണ്ടാക്ട് ഉണ്ടാവും, അല്ലെങ്കിൽ ഗ്രൗണ്ടുമായിട്ട് കോണ്ടാക്ട് ഇല്ല. നെഗറ്റീവ് ആയി കഴിഞ്ഞാൽ ഗ്രൗണ്ടുമായിട്ട് കോണ്ടാക്ട് ഇല്ല. അപ്പോൾ RW എന്ന് വെച്ചാൽ എന്താണ്, W/4 വെയിറ്റ് അല്ലെങ്കിൽ mg/4 മൈനസ് CG/2W 2 സ്മോൾ w ആണ്, മൈനസ് CC/2 സ്മോൾ w greater than or equal to 0. So this is the condition, or
W/4 should be greater than or equal to 0, greater than or equal to CG plus CC by 2W. ഇതാണ് ഒരു വെഹിക്കിളിൻ്റെ സ്റ്റെബിലിറ്റിക്ക് വേണ്ടിയിട്ടുള്ള കണ്ടീഷൻ. ഒരു 4 വീൽ വെഹിക്കിളിൻ്റെ സ്റ്റെബിലിറ്റിക്ക് വേണ്ടിയിട്ടുള്ള കണ്ടീഷൻ W/4 ഷുഡ് ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു. സോ ഇതെന്താണ് ഈ W എന്ന് വെച്ചാൽ വിഡ്ത്ത് ഓഫ് ദ, അതായത് വീല് തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് കേട്ടോ. വീല് തമ്മിലുള്ള ഡിസ്റ്റൻസ് 2W. ഓക്കെ, ഈ ഡിസ്റ്റൻസ് വെച്ചാൽ എന്താണ്, ഇതാണ് ഈ ഒരു ഡിസ്റ്റൻസ് ആണ് W. ക്യാപിറ്റൽ W എന്താണ്, വെയിറ്റ് ഓഫ് ദ വെഹിക്കിൾ. അപ്പോൾ വെയിറ്റ് ഓഫ് ദ വെഹിക്കിൾ പോലെ നമുക്ക് mg/4 എന്ന് ഇടാം. mg/4 ഷുഡ് ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു CG plus CC ഡിവൈഡഡ് ബൈ 2W. ഇതാണ് കണ്ടീഷൻ. ഈ കണ്ടീഷൻ ഫുൾഫിൽ ചെയ്ത് കഴിഞ്ഞാൽ ദ 4 വീൽ വെഹിക്കിൾ വിൽ ബി ഇൻ എ സ്റ്റേബിൾ കണ്ടീഷൻ. ഓക്കെ, താങ്ക് യു.